സ്റ്റാർ രാജൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ പറഞ്ഞേക്കട്ടെ, ഇന്നത്തെ വീഡിയോ ഒരു കടക്കാരെയോ ഈ ഗ്യാസ് സ്റ്റവ് ഒക്കെ വിൽക്കുന്ന കടക്കാരെ വേദനപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു വീഡിയോ അല്ല. അങ്ങനെ എന്തെങ്കിലും ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കടക്കാരെല്ലാം ആദ്യമേ എന്നോട് ക്ഷമിച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം 10-30 വർഷമായിട്ട് വീടുകളിൽ പോയി ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റവ് നന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും, ചേട്ടാ നിങ്ങൾ 3 വർഷം മുമ്പ് നന്നാക്കിയ ഗ്യാസ് സ്റ്റവ് ഞങ്ങൾ കൊടുത്തിട്ട് വേറെ ഗ്യാസ് സ്റ്റവ് മാറി പുതിയ ഗ്യാസ് സ്റ്റവ് ആണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം അതിനും കംപ്ലൈൻ്റ് ആണ് എന്ന് പറയുന്നവർ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പൊ അങ്ങനെ ചില തെറ്റിദ്ധാരണകളുള്ളവരുണ്ട്. കാരണം നമ്മൾ പുതിയ ഒരു അടുപ്പ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം നമുക്ക് ഈ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുക, ഒരു കംപ്ലൈന്റ് വരത്തില്ലെന്ന്. അങ്ങനെ ഇല്ല കേട്ടോ. ഈ ഗ്യാസ് സ്റ്റവ് ബർണർ കംപ്ലൈന്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ ബർണർ നമുക്ക് മേടിക്കാൻ കിട്ടുമോ എന്ന് നോക്കുക. നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴയ അടുപ്പിന്റെ ബർണർ മേടിക്കാൻ കിട്ടുമോ എന്ന് ആദ്യം നോക്കുക. അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുറഞ്ഞത് ഒരു 600 രൂപയ്ക്കുള്ളിൽ 2 ബർണർ നമുക്ക് മാറാൻ പറ്റും. ഈ 600 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. വീണ്ടും 5 വർഷത്തേക്ക് നമുക്ക് ആ ബർണർ ഉപയോഗിക്കാം, അതിന്റെ ഒറിജിനൽ കമ്പനി ബർണർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ. പിന്നെ എന്തിനാണ് പഴയ അടുപ്പ് കൊടുത്തിട്ട് നിങ്ങൾ പുതിയ അടുപ്പ് വാങ്ങുന്നത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതടുപ്പ് മേടിച്ചാലും നമ്മളതിൽ 5 വർഷം കഴിയുമ്പോൾ ബർണർ കത്തിപ്പോവും, ബർണർ മാറേണ്ടി വരും. പിന്നെ നമുക്ക് ഒരു അടുപ്പിന്റെ എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. സ്റ്റാൻഡ് കിട്ടും, അതിൻ്റെ ഓസ് കിട്ടും, അതിൻ്റെ റെഗുലേറ്റർ കിട്ടും, എല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ചിന് പോവുകയാണ്. ഞാൻ കടക്കാരനാണ്, അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഞാൻ കടക്കാരനാണ്. ഒരു കടക്കാരുടെയും പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ അടുത്ത് നിങ്ങളൊരു സ്റ്റവ് മേടിക്കാൻ വരികയാണ്. അന്നേരം പറയുകയാണ്, ചേട്ടാ ഞങ്ങളുടെ പഴയ സ്റ്റവ് എടുക്കുമോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ 3500 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്ന സ്റ്റവ് ഞാൻ ഉടനെ പറയും, ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ 4500 രൂപയാണ് അടുപ്പിൻ്റെ വില. നിങ്ങളുടെ പഴയ സ്റ്റവ് ഞാൻ 1000 രൂപയ്ക്ക് എടുത്തു, എനിക്ക് 3500 രൂപ തരണം എന്ന് ഞാൻ പറയും. സ്റ്റവ് മേടിക്കാൻ വന്ന കസ്റ്റമർ എന്താ ചിന്തിക്കുന്നത്? 1000 രൂപയ്ക്ക് നമ്മുടെ പഴയ സ്റ്റവ് പോയി. നമുക്ക് അപ്പോൾ 4500 രൂപയുടെ സ്റ്റവ് നമുക്ക് 3500 രൂപയ്ക്ക് കിട്ടി എന്ന സന്തോഷത്തിൽ അവർ വീട്ടിലോട്ട് വരും. കടക്കാരനായ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഒരു സ്റ്റവും കിട്ടി, സ്റ്റൗവിൻ്റെ വിലയും കിട്ടി എന്ന് ഞാനും സന്തോഷപ്പെടും. ഇതാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫർ എല്ലാ സാധനവും. കാരണം എക്സ്ചേഞ്ച് ഓഫറിന് കൊടുക്കുന്ന കടയിൽ ചെന്ന് എനിക്കൊരു ഇപ്പം എന്താ പറയുക, ഒരു ഗ്ലാസ് ടോപ്പ് അടുപ്പിൻ്റെ ആ ചില്ല് പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ ചില്ല് പോയി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അതേ കിടക്കുന്ന കുറേ അടുപ്പ് അതിൽ അയച്ചെടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ എത്രയാണ് വേണ്ടെന്ന് ചോദിച്ചു. അന്നേരം നിങ്ങൾ എന്തെങ്കിലും തന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് അയച്ചെടുത്തുകൊണ്ട് പോയി ഒരു വീട്ടിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒരു കടക്കാരനാണെങ്കിൽ എനിക്ക് ലാഭമില്ലാതെ ഒരു കേസും നിങ്ങൾ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കത്തില്ല. ശരിയല്ലേ? ഇപ്പം ഞാനൊരു ഗ്യാസ് സ്റ്റവ് നിങ്ങളുടെ വീട്ടിൽ വന്ന് പണിയുകയാണെങ്കിൽ എനിക്ക് പണിക്കൂലി കിട്ടാതെ എനിക്ക് വന്ന് പണിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ നല്ല സ്റ്റവ് കൊടുത്തിട്ട് വീണ്ടും അതേപോലത്തെ സ്റ്റവ് മേടിച്ച് വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ മേടിച്ച സ്റ്റവ് കൂടിയ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓസ്, സ്റ്റാൻഡ്, റെഗുലേറ്റർ എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ നമ്മൾ മാറി വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് അവിടെ പുതിയതായി. അതാണ് അതിൻ്റെ സത്യം. അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സ്റ്റവ് കൊണ്ട് കൊടുത്തിട്ട് വേറെ അത്രയും പൈസ മുടക്കി ഒരു സ്റ്റവ് മേടിച്ച് വീട്ടിൽ വെക്കുന്നത്? അത് മേടിച്ച് വച്ചാലും ജീവിതകാലം മൊത്തം പുതിയ അടുപ്പ് കത്തത്തില്ല. ഒരു 5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ബർണർ എല്ലാം പോകും. അപ്പോൾ നമ്മളിങ്ങനെ 5000, 6000 ഇങ്ങനെ കൊടുത്ത് അടുപ്പുകൾ ഇങ്ങനെ മേടിച്ച് കൂട്ടുന്നതിനേക്കാളും നല്ലത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അടുത്ത അടുപ്പ് മേടിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ലാഭമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഉപകാരപ്രദമായ വീഡിയോ ആണിത്. എനിക്കാണെങ്കിലും എനിക്കാണെങ്കിലും പെട്ടെന്ന് ഞാൻ പോയി സ്റ്റവ് മേടിക്കത്തില്ല. ഈ പണി അറിയുന്നതുകൊണ്ട് നമുക്ക് ആ പെയർ പാർട്സ് മേടിച്ച് പിടിപ്പിക്കാൻ നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്യുന്നതാണ്. നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകണം. ഇനി നിങ്ങൾ മേടിക്കാൻ പാടില്ലാത്ത സ്റ്റൗവിനെ കുറിച്ച് ഞാൻ പറഞ്ഞേക്കാം. ഒരിക്കലും നിങ്ങൾ മേടിക്കരുത്. ആ സ്റ്റൗ മേടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. കാരണം എൻ്റെ ഈ 30 വർഷത്തെ വീടുകളിൽ പോയി ചെയ്തതിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കൂടുതലും സാധാരണപ്പെട്ടവരാണ് ഇതിൽ ചെന്ന് വീഴുന്നത്. പിന്നെ കാശുള്ള പിശുക്കന്മാരും ചെന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് സ്റ്റവാന്ന് ഞാൻ പറയാം. ഈ ബായിമാരൊക്കെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് ചേച്ചി നിങ്ങൾക്ക് കുറി അടിച്ചു, ഈ അടുപ്പ് മേടിച്ചോ, 5 കൂട്ട സാധനമുണ്ട്,
ഈ സ്റ്റൗവിന് തന്നെ 8500 രൂപ വിലയുള്ള സ്റ്റവാണ്. ആ സ്റ്റവും ഈ കുറച്ചൊരു കുക്കറൊക്കെ കാണും. ആ കുക്കർ ഇതെല്ലാം വെച്ചിട്ട് ഈ 6000 രൂപ തന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞ് പറ്റിച്ച് വിറ്റിട്ട് പോകുന്ന സ്റ്റവ് ഉണ്ട്. അത് ഒരിക്കലും മേടിക്കരുത്. ആ സ്റ്റവ് ചൈനയുടെ സ്റ്റവാണ്. അത് യഥാർത്ഥ വില ഞാൻ പറയുകയാണ്, ഞാൻ പോയി അന്വേഷിച്ചതാണ്. കോയമ്പത്തൂരിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് സ്റ്റവിൻ്റെ യഥാർത്ഥ വില മനസ്സിലാകുന്നത്. 850 രൂപയാണ് അടുപ്പിൻ്റെ വില. പിന്നെ കുറഞ്ഞ കുക്കറൊക്കെ ഉണ്ട്, 300, 350 രൂപ. അതൊക്കെയാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. വച്ചിട്ടാണ് ഓരോരുത്തരെയും വന്ന് പറ്റിക്കുന്നത്. അതുകൂട്ട് അടുപ്പ് നിങ്ങൾ ഒരിക്കലും മേടിക്കേണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് 8500 രൂപയുടെ അടുപ്പാണ്, നിങ്ങൾക്ക് കുറി വീണു, ഇല്ലെങ്കിൽ ഈ അടുപ്പ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ആരും മേടിക്കേണ്ട. നിങ്ങൾ ഒരു അടുപ്പ് മേടിക്കുവാണെങ്കിൽ നല്ല ബ്രാൻഡ്, നല്ല ഒരു കടയിൽ ചെന്ന്, നിങ്ങൾക്ക് വിശ്വാസമുള്ള കടയിൽ നിങ്ങളുടെ മനസ്സിലുള്ള അടുപ്പ് മേടിക്കുക. അപ്പോൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ തന്നെ അടുപ്പ് പോയി മേടിക്കുക. നിങ്ങളുടെ അടുത്ത് വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന അടുപ്പായിരിക്കും ഞാൻ നിങ്ങളെ പിടിപ്പിക്കാൻ നോക്കുന്നത്. അതൊന്നും നോക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായല്ലോ. അപ്പോൾ 6 ദിവസം എനിക്കിത് തന്നെയാണ് പണി. 7ാമത്തെ ഒരു ദിവസമാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. അന്നാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം. ബൈ.